ഇവളെ പറ്റി എനിക്കൊരു വലിയ കഥ പറയാനുണ്ട്. ഇന്ന് ഞാൻ പുറത്ത് ഫുഡ് കഴിക്കാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് സാധാരണ ഇവള് ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് വന്ന് തട്ടിമുട്ടി സൗണ്ട് ഉണ്ടാക്കേണ്ടതാണ്. അപ്പൊ ഇന്ന് അവള് വന്ന് സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് എവിടെ പോയി എന്ന് വിചാരിച്ചു. അപ്പൊ ഇവളവിടെ കിടപ്പുണ്ടായിരുന്നു. പക്ഷേങ്കില് അടുത്തൊരു കവറും ഉണ്ടായിരുന്നു. അപ്പൊ ഇവളെന്താ ചെയ്തേന്നറിയോ? ഇത് ഫുള്ള് കവറ്, ഇതൊരു 15 കിലോയുടെ ബിസ്ക്കറ്റാണ്. അപ്പൊ ഇത് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കും. അപ്പൊ ബാക്കി വന്ന ഒരു അത്യാവശ്യം ഒരു 2 മാസത്തേക്കുള്ളതുണ്ടായിരുന്നു. അതായത് 2 മാസം ഞാൻ ചെറിയ ചെറിയ ഇത് വെച്ചിട്ടാ കൊടുക്കുക. അപ്പം ഞാനത് അതിനകത്താക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവളത് കൈനീട്ടി എടുത്ത്, ഇത് പാതകത്തിൽ വെച്ചിരിക്കുവായിരുന്നു. ഇവളത് കൈനീട്ടി എടുത്തിട്ട് ഫുള്ള് കഴിച്ചു. കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്, കാരണം അവൾക്ക് ഫുള്ള് കഴിക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് അവള് അവശയായിപ്പോയി. ഈ ചെറുക്കന് പോലും കൊടുത്തില്ല, ഈ കൊച്ചു ചെറുക്കന് പോലും കൊടുത്തില്ല. അവൾ ഒറ്റയ്ക്ക് കഴിച്ചു. ഇതാണ് ബാക്കി വെച്ചത്. ഇത്രയും അവൾ ബാക്കി വെച്ചിട്ടുള്ളൂ. അപ്പൊ അവൾ എന്തുമാത്രം കഴിച്ചു കാണണം. ഇത്രയും ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാം ഇവള് കഴിച്ചു. അവളുടെ വയറ് കണ്ടോ? വയറ് നിറഞ്ഞിട്ട് അവർക്ക് നടക്കാനൊന്നും വയ്യ. ഇവന് കൊടുത്തിട്ടില്ല. ഇവൻ നിരപരാധിയാണ് ഈ കേസിൽ. ഇതാ കൊച്ചേർക്ക, ഇത് പ്രതി നമ്പർ 1 പ്രതിയാ. തിന്നിട്ടിരിക്കുക ബിസ്ക്കറ്റ് കഴിച്ചിട്ട്. നിരപരാധിയാണെന്നാ വിചാരിച്ചേ, പക്ഷെ ഇവനും നിരപരാധിയല്ല. ഇവനും പങ്കാളിയാണ്. പാവം അവളെ മാത്രം തെറ്റു പറഞ്ഞു. അതിന് തെളിവ് വരെ ഇവൻ ഇവിടെ ഇട്ടു വെച്ചിട്ടുണ്ട്. ആ തെളിവ് ഞാൻ കാണിക്കുന്നില്ല. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഇവിടെ മഴ പെയ്യാനുള്ള ഒരു അന്തരീക്ഷമാണ്. മഴയ്ക്കുള്ളൊരു ചാൻസ് ആണ്.